ലോകത്തതിവേഗം വളരുന്ന സൈനിക ശക്തികളിലൊന്നാണ് ഇന്ത്യ നിലവിൽ. തന്ത്രപരമായ കഴിവുകളുള്ള ഒരു പ്രാദേശിക ശക്തിയിൽ നിന്നും ആഗോളതലത്തിലേക്ക് വളരുന്ന ഒരു തന്ത്രപ്രധാന ശക്തിയായി ഇന്ത്യ നിലവിൽ വളരുകയാണ്. ആയുധങ്ങൾക്കായി വിദേശ വിതരണക്കാരെ വളരെയധികം ആശ്രയിച്ചിരുന്നുവെങ്കിലും നിലവിൽ ഇന്ത്യ തങ്ങളുടെ പ്രാദേശിക വ്യവസായം ശക്തിപ്പെടുത്തുകയാണ്. ഇന്ത്യയുടെ സേനകളിൽ സേവനത്തിലുള്ള തദ്ദേശീയ ആയുധങ്ങളെല്ലാം ഉയർന്ന നിലവാരമുള്ളവയാണെന്ന് ഇത്തവണത്തെ ഓപ്പറേഷൻ സിന്ദൂർ വഴി തെളിയിക്കപ്പെട്ടിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യൻ സായുധ സേന ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധ സംവിധാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം. ഒന്നാമതായി റഫാൽ യുദ്ധവിമാനങ്ങൾ. ഇന്ത്യൻ വ്യോമസേനയിൽ സേവനത്തിലുള്ള ഏറ്റവും നൂതനവും ശക്തവുമായ യുദ്ധവിമാനമാണ് റഫാൽ. നിലവിൽ ഫ്രഞ്ച് കമ്പനിയായ ദസോ ഏവിയേഷനാണ് ഈ വിമാനം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയും ഫ്രാൻസുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ 36 യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് ലഭിച്ചിരുന്നു. ലേ, ലഡാക്ക് എന്നീ സ്ഥലങ്ങൾ ഉൾപ്പെടെ സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിലുള്ള പ്രദേശങ്ങളിൽ വൻ പ്രകടനം കാഴ്ചവെക്കാൻ റഫാലിന് കഴിയും. മിക്ക IR, മീറ്റിയോർ, സ്കൽപ്പ് ക്രൂയിസ് മിസൈലുകൾ എന്നിവ സജ്ജീകരിച്ചിരിക്കുന്ന റഫാൽ യുദ്ധവിമാനം ഏഷ്യയിലെ തന്നെ ഏറ്റവും അപകടകാരിയായ യുദ്ധവിമാനമായി കണക്കാക്കപ്പെടുന്നു. പ്രായോഗിക രംഗത്ത് കഴിവ് തെളിയിച്ച വിമാനമാണ് റഫാൽ. അതായത് ലിബിയയിലും സിറിയയിലും ആക്രമണം നടത്താൻ ഫ്രാൻസ് ഉപയോഗിച്ച റഫാലിന്റെ പ്രവർത്തനം മികച്ചതായിരുന്നു. ശത്രുവിന്റെ റഡാറുകൾ നിശ്ചലമാക്കാനുള്ള സംവിധാനമാണ് റഫാലിന്റെ മറ്റൊരു മികച്ച പ്രത്യേകത. ലഡാക്ക് പോലെയുള്ള ഉയർന്ന മേഖലകളിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യാനുള്ള കരുത്തും റഫാലിനുണ്ട്. ഇന്ത്യയിൽ നിന്ന് തന്നെ അയൽ രാജ്യത്തെ ലക്ഷ്യങ്ങൾ തകർക്കാനാവുന്നതിനാൽ റഫാൽ ഏറ്റവും മാരകമായ വിമാനമായി മാറുന്നു. ഇപ്പോൾ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ വരെ റാഫേൽ ഒരു അതിമാരക അപകടകാരിയായ യുദ്ധവിമാനമാണെന്ന് തെളിയിച്ചിരുന്നു. രണ്ടാമതായി സുഖോയ് 30 MKI. 21ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ വ്യോമസേനയെ നിർവചിച്ച ഒരു വിമാനമുണ്ടെങ്കിൽ അത് സുഖോയ് 30 MKI ആണ്. ഇന്ത്യൻ സവിശേഷതകൾക്കനുസൃതമായി നിർമ്മിച്ച ഒരു ലോങ് റേഞ്ച് മൾട്ടി റോൾ സൂപ്പർ മാനുവറബിൾ 4.5+ ജനറേഷൻ യുദ്ധവിമാനമാണിത്. റഷ്യയിൽ നിന്നുമുള്ള സുഖോയ് 30 MKI അടിസ്ഥാനമാക്കി ഫ്രഞ്ച്, ഇസ്രായേലി, ഇന്ത്യൻ ഏവിയോണിക്സ് എന്നിവ ഉപയോഗിച്ച് പരിഷ്കരിച്ചാണ് ഇന്ത്യ ഈ നൂതന സുഖോയ് 30 വേരിയന്റ് സൃഷ്ടിച്ചത്. അതിശയകരമായി ഈ യുദ്ധവിമാനത്തിന്റെ വൈവിധ്യവും കഴിവുകളും തിരിച്ചറിഞ്ഞതിനു ശേഷം വ്യോമസേന 272 യുദ്ധവിമാനങ്ങൾക്കായി ഓർഡർ നൽകി. ഇത് ഇന്ത്യയെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സുഖോയ് 30 യുദ്ധവിമാനങ്ങളുടെ ഓപ്പറേറ്ററാക്കി മാറ്റുന്നു. 4000-ലധികം കിലോമീറ്റർ പരിധി, 8000 കിലോഗ്രാം ആയുധങ്ങൾ വഹിക്കാനായി 12 ഹാർഡ് പോയിന്റുകൾ, PSA ബാർസ് റഡാർ എന്നിവ ചേരുന്ന സുഖോയ് 30 ഈ മേഖലയിലെ മറ്റേതൊരു പോരാളിയെയും മറികടക്കുന്നു. ഇവയെ നിലവിൽ വ്യോമ പ്രതിരോധം, രഹസ്യാന്വേഷണം, ഗ്രൗണ്ട് അറ്റാക്ക് എന്നിവയ്ക്കായി ഉപയോഗിച്ചു പോരുന്നു. 2016 ഈ വിമാനങ്ങളിൽ ബ്രഹ്മോസ് നിർഭയ് ക്രൂയിസ് മിസൈലുകൾ സംയോജിപ്പിച്ചിരുന്നതിനാൽ വ്യോമസേനയോ എതിരാളികളോ സങ്കല്പിച്ചിട്ടില്ലാത്ത സ്ട്രൈക്ക് കഴിവുകൾ ഇവയ്ക്ക് ലഭിച്ചിരുന്നു. നിരവധി തദ്ദേശീയവും ഇറക്കുമതി ചെയ്തതുമായ ഇലക്ട്രോണിക് ജാമിംഗ് ബോർഡുകളും റേഡിയേഷൻ വിരുദ്ധ മിസൈലുകളും സുഖോയ് 30 സംയോജിപ്പിച്ചിരിക്കുന്നു. റഫാൽ യുദ്ധവിമാനങ്ങൾ കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആകാശത്തെ ഏറ്റവും ശക്തമായ പോരാളി തന്നെയാണ് ഇന്നും സുഖോയ് 30 MKI. മൂന്നാമതായി ബ്രഹ്മോസ് മിസൈൽ. ഇന്ത്യയുടെ പക്കലുള്ള ഏറ്റവും പ്രശസ്തമായ ആയുധം എന്ന പ്രത്യേകത ബ്രഹ്മോസിനുള്ളതാണ്. ഇന്ത്യൻ ആവശ്യങ്ങൾക്കായി എക്കൗണ്ട് മിസൈൽ പരിഷ്കരിച്ച് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു സാർവത്രിക മിസൈലാക്കി മാറ്റാനുള്ള ഇന്ത്യയുടെയും റഷ്യയുടെയും സംയുക്ത സംരംഭത്തിന്റെ ഫലമാണ് ബ്രഹ്മോസ് എന്ന മിസൈൽ. 3 ടൺ ഭാരവും 9 മീറ്റർ നീളവുമുള്ള ഈ മിസൈൽ ഇപ്പോൾ ഇന്ത്യൻ പ്രതിരോധ സേനയുടെ നട്ടെല്ലായി മാറിയിരിക്കുന്നു. നിലവിൽ ഇന്ത്യൻ നാവികസേനയും അവരുടെ പ്രധാന യുദ്ധക്കപ്പലുകളിലെല്ലാം ബ്രഹ്മോസ് ഉപയോഗിച്ചു പോരുന്നു. ഇന്ത്യൻ ആർമി 3 റെജിമെന്റുകളെയും എയർ ലോഞ്ച് ചെയ്ത വേരിയന്റിനെ വ്യോമസേനയും ഉപയോഗിക്കുന്നു. എയർ ലോഞ്ച്ഡ് വേരിയന്റിനെ 2.5 ടൺ ഭാരമാക്കി കുറച്ചിരിക്കുന്നതിനാൽ ബ്രഹ്മോസ് മിസൈൽ സുഖോയ് 30 MKIയുടെ ഫ്യൂസ്ലേജിന് കീഴിൽ വഹിക്കാൻ കഴിയും. നിലവിലെ ഉൽപാദന നിരക്ക് പ്രതിവർഷം 100 മുതൽ 180 മിസൈലുകൾ വീതമാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നാലാമതായി S-400 എയർ ഡിഫൻസ് സിസ്റ്റം. കാറ്റ്സ ഉപരോധങ്ങളുമായി അമേരിക്ക ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയിട്ടും 2018 ഒക്ടോബറിൽ S-400 ട്രയംഫ് മിസൈൽ സംവിധാനത്തിനായി ഇന്ത്യ റഷ്യയുമായി $5.43 ബില്യൺ കരാറിൽ ഒപ്പുവെച്ചു. റഷ്യ രൂപകൽപ്പന ചെയ്ത ഒരു മൊബൈൽ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റമാണ് S-400. ലോകത്തിലെ ഏറ്റവും അപകടകരവും സാങ്കേതികമായി ഉയർന്നതുമായ വ്യോമ പ്രതിരോധ സംവിധാനം കൂടിയാണിവ. 400 കിലോമീറ്റർ പരിധിയിലും 30 കിലോമീറ്റർ വരെ ഉയരത്തിലും വിമാനങ്ങൾ, UAVകൾ, ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ എന്നിങ്ങനെ എല്ലാത്തരം വ്യോമ ലക്ഷ്യങ്ങളെ നേരിടാൻ ഈ സിസ്റ്റത്തിന് കഴിയും. ഇതിന് വായുവിലൂടെയുള്ള 100 ലക്ഷ്യങ്ങളെ വരെ ട്രാക്ക് ചെയ്യാനും അവയിൽ 6 എണ്ണത്തിൽ ഒരേ സമയം ഇടപഴകാനും കഴിയും. S-400 മിസൈൽ സംവിധാനം അമേരിക്ക വികസിപ്പിച്ച ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റത്തേക്കാൾ സാങ്കേതികമായി വളരെ മുന്നിലാണ്. മാത്രമല്ല S-400 പ്രതിരോധ സംവിധാനത്തിന്റെ സംഭരണം പാകിസ്ഥാന്റെയും ചൈനയുടെയും 400 കിലോമീറ്റർ പരിധിയിലുള്ള എല്ലാ യുദ്ധവിമാനങ്ങളെയും ഏതാണ്ട് അസാധുവാക്കിയിരിക്കുന്നു. 2021 ഡിസംബർ മുതൽ റഷ്യ ഇന്ത്യക്ക് S-400 മിസൈൽ പ്രതിരോധ സംവിധാനം വിതരണം ചെയ്യാൻ തുടങ്ങി. അഞ്ചാമതായി ആകാശ് മിസൈൽ സിസ്റ്റം.
ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യത്തെ ഇടത്തരം ഉപരിതല മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ആകാശ് മിസൈൽ സിസ്റ്റം. ഇവയ്ക്ക് ഒന്നിലധികം ദിശകളിൽ നിന്നും ഒന്നിലധികം ലക്ഷ്യങ്ങളിൽ ഒരേ സമയം ഏർപ്പെടാൻ കഴിയും. മാത്രമല്ല, യുദ്ധ ടാങ്കുകൾ അല്ലെങ്കിൽ ട്രക്കുകൾ പോലെയുള്ള മൊബൈൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ആകാശ് മിസൈലിനെ വിക്ഷേപിക്കാൻ കഴിയും. റിപ്പോർട്ടുകൾ പ്രകാരം ആകാശ് മിസൈലിന്റെ പുതുക്കിയ പതിപ്പായ ആകാശ് പ്രൈം എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ 2 പുതിയ റെജിമെന്റുകൾ ഇന്ത്യൻ സൈന്യം ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. നിലവിലുള്ള ആകാശ് സിസ്റ്റവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മെച്ചപ്പെട്ട കൃത്യതയ്ക്കായി ഇവയിൽ ഒരു തദ്ദേശീയ ആക്റ്റീവ് RF സീക്കർ സജ്ജീകരിച്ചിരിക്കുന്നു. ഇവ മിസൈൽ തൊടുത്ത ലക്ഷ്യത്തിൽ തന്നെ എത്തുന്നുവെന്ന് ഉറപ്പാക്കുന്നു. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത രാജേന്ദ്ര എന്ന റഡാറാണ് ഈ മിസൈലിനെ പിന്തുണയ്ക്കുന്നത് എന്നതിനാൽ ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 2.5 മടങ്ങ് വേഗതയിൽ ടാർഗറ്റുകളിൽ ഇടപഴകാനും താഴ്ന്ന ഇടത്തരം ഉയർന്ന ഉയരങ്ങളിൽ പറക്കുന്ന ടാർഗറ്റുകൾ കണ്ടെത്തി നശിപ്പിക്കാനും ഈ മിസൈലിന് കഴിയും. 6ാമതായി പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ. വിന്റേജ് BM-21 ഗ്രേഡ് മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റത്തെ മാറ്റിസ്ഥാപിക്കാനാണ് ഇന്ത്യ പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ നിർമ്മിച്ചത്. 40 കിലോമീറ്റർ റേഞ്ചുള്ള സംവിധാനമായി 1998 പിനാക്ക സർവീസിൽ പ്രവേശിച്ചത്. NBC പരീക്ഷയോടെയുള്ള 8x8 ട്രക്കിൽ ഘടിപ്പിച്ച ഈ സംവിധാനത്തിൽ 12 റോക്കറ്റുകൾ ഉൾക്കൊള്ളുന്നു. 65 കിലോമീറ്റർ റേഞ്ചുള്ള റോക്കറ്റുകളുടെ ഒരു മെച്ചപ്പെട്ട വേരിയന്റും നിലവിൽ ഇന്ത്യൻ സൈന്യവുമായി സേവനത്തിലുണ്ട്. പിനാക്ക സിസ്റ്റം ഒരു ഹൈലി നെറ്റ്വർക്ക്ഡ് റോക്കറ്റ് ലോഞ്ചറുകളായതിനാൽ ഇവ വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാറുകൾ, ബാറ്റിൽ ഫീൽഡ് നിരീക്ഷണ റഡാറുകൾ, അൺമാൻഡ് ഏരിയൽ വെഹിക്കിളുകൾ, ലോങ് റേഞ്ച് IR ഒപ്റ്റിക്കൽ വ്യൂയിങ് സിസ്റ്റങ്ങൾ എന്നിവയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇത് യുദ്ധത്തിലുള്ള പിനാക്കയുടെ കൃത്യതയും ഫലപ്രാപ്തിയും വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം കൃത്യമായ ആക്രമണത്തിനായി റോക്കറ്റുകളിൽ GPS മാർഗനിർദ്ദേശ സംവിധാനം സ്ഥാപിക്കുന്നതിനായി DRDO ഇസ്രായേൽ മിലിറ്ററി ഇൻഡസ്ട്രീസുമായി നിലവിൽ ചേർന്ന് പ്രവർത്തിക്കുന്നു. 1999 കാർഗിൽ യുദ്ധത്തിൽ തണുത്തതും ഉയർന്നതുമായ പ്രദേശങ്ങളിൽ പിനാക്ക അവരുടെ പോരാട്ട വീര്യം തെളിയിച്ചിരുന്നു. സമാന പ്രകടനം കാഴ്ചവെക്കുന്ന അമേരിക്കൻ M270യേക്കാൾ 10 മടങ്ങ് വില കുറഞ്ഞതാണ് പിനാക്ക സിസ്റ്റം എന്നതും ശ്രദ്ധേയമാണ്. ഒരു പിനാക്ക ബാറ്ററിയിൽ ലോഞ്ചറുകളിലും ലോഡിംഗ് വാഹനങ്ങളിലുമായി മൊത്തം 288 റോക്കറ്റുകൾ ഉണ്ടാകും. പ്രതിവർഷം 15 ബാറ്ററികളും 500 റോക്കറ്റുകളും ഉൽപ്പാദിപ്പിക്കുന്നതായി ഇന്ത്യൻ ആർമി വ്യക്തമാക്കുന്നു. റഷ്യൻ സ്മെർച്ച് ഹെവി റോക്കറ്റുകളുടെ അതേ ക്ലാസ്സിലുള്ള 120 കിലോമീറ്റർ റേഞ്ചുള്ള പിനാക്കയുടെ ഒരു നൂതന വേരിയന്റ് ഇന്ത്യ നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 7ാമതായി അഗ്നി-5 മിസൈൽ. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന വികസിപ്പിച്ചെടുത്ത കരയധിഷ്ഠിതമായ ഒരു ആണവ MIRV ശേഷിയുള്ള ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി-5 എന്നത്. 7000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഈ മിസൈൽ 3 ഘട്ടങ്ങളുള്ള റോഡ് മൊബൈൽ കാനിസ്റ്ററൈസ്ഡ് ഖര ഇന്ധന ബാലിസ്റ്റിക് മിസൈലാണ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മിസൈലുകളിൽ ഒന്നാണിത് എന്നതിനാൽ മണിക്കൂറിൽ 29,400 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ ഇവയ്ക്ക് കഴിയും. കൂടാതെ ഇതൊരു ഫയർ ആൻഡ് ഫോർഗറ്റ് മിസൈൽ ആയതിനാൽ ഒരു ഇന്റർസെപ്റ്റർ മിസൈൽ ഇല്ലാതെ ഇതിനെ തടയാൻ കഴിയില്ല എന്നതും അഗ്നി-5നെ അപകടകാരിയാക്കി മാറ്റുന്നു. 1.5 ടൺ ഭാരമുള്ള ആണവ പോർമുന വഹിക്കാൻ കഴിവുള്ള 3 ഘട്ടങ്ങളുള്ള സോളിഡ് റോക്കറ്റ് പവയുടെ സർഫസ് ടു എയർ മിസൈൽ കൂടിയാണിത്. MIRV ടെക്നോളജി സംയോജിപ്പിച്ച ആധുനിക മിസൈൽ കൂടിയായതിനാൽ ഒരേ സമയം 14 ലക്ഷ്യങ്ങളെ വരെ തകർക്കാൻ അഗ്നി-5ന് കഴിയുമെന്ന് കരുതപ്പെടുന്നു. 8ാമതായി ഫാൽക്കൺ അവാക്സ്. എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം രംഗത്തേക്ക് പ്രവേശിക്കാൻ ഇന്ത്യ സത്യത്തിൽ വൈകിയിരുന്നു. എന്നാൽ ലോകത്തിലെ ഏറ്റവും നൂതനമായ അവാക്സ് എന്ന് ലോകം മുഴുവൻ വിശേഷിപ്പിച്ചവ തന്നെ വാങ്ങിക്കൊണ്ട് ഇന്ത്യ ആ മേഖല ശക്തമാക്കി. ഒരു റഷ്യൻ IL-76 വിമാനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇസ്രായേലി ELW-2090 റഡാർ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇത് IL-76 മുകളിലായി സ്ഥാപിച്ചിരിക്കുന്ന ഒരു 360 ഡിഗ്രി ആക്റ്റീവ് ഇലക്ട്രോണിക് സ്കാനർ റഡാറാണ്. ഈ റഡാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ബീമുകൾ ഇലക്ട്രോണിക് സ്റ്റിയർ ആയതിനാൽ ഇത് നിശ്ചലമാണ് എന്നതാണ്. അതിനാൽ തന്നെ ഇത് റഡാർ യാന്ത്രികമായി നയിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഇല്ലാതാക്കുന്നു. E3 സെൻട്രി പോലെയുള്ള അറിയപ്പെടുന്ന സിസ്റ്റങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ടാർഗറ്റുകളെ അവയേക്കാൾ 10 മടങ്ങ് വേഗത്തിൽ ട്രാക്ക് ചെയ്യാൻ ഈ റഡാറിന് കഴിയും. ഇതിനൊരു സംയോജിത IFF സിസ്റ്റം, ഇലക്ട്രോണിക് കൗണ്ടർ മെഷറുകൾ, സ്വയം സംരക്ഷണത്തിനായി ECCM സ്യൂട്ടുകൾ, ശത്രു റഡാറുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ആശയവിനിമയങ്ങളും സ്റ്റാറ്റ്കോം സിസ്റ്റങ്ങളും നിരീക്ഷിക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ഇന്റലിജൻസും ഇവയിലുണ്ട്. ഇത്തരത്തിലുള്ള 3 ഫാൽക്കണുകൾ ഇന്ത്യൻ വ്യോമസേനയുടെ വിലമതിക്കാനാകാത്ത സ്വത്തായി തുടർന്നു പോരുന്നു. കൂടാതെ ഇവ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന ഫോഴ്സ് മൾട്ടിപ്ലയറുകളായും പ്രവർത്തിക്കുന്നു. 500 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ വരെ ഇവർക്ക് കണ്ടെത്താനാകുമെന്നതുകൂടാതെ ഒരേ സമയം 100 ടാർഗറ്റുകളെ വരെ ട്രാക്ക് ചെയ്യാനും അവയെ തകർക്കാൻ യുദ്ധവിമാനങ്ങളെയും മിസൈലുകളെയും നയിക്കാനും ഇവയ്ക്ക് കഴിയും. ഫാൽക്കൺ അവാക്സ് പോലെയുള്ള സംവിധാനങ്ങൾ യുദ്ധങ്ങളിൽ വിന്യസിക്കുന്നത് വഴി ക്രൂയിസ് മിസൈലുകൾ കണ്ടെത്തുന്നതിനും അതിശയിപ്പിക്കുന്ന ശത്രു വ്യോമാക്രമണങ്ങൾ തടയുന്നതിനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇത്തരത്തിലുള്ള 3 സംവിധാനങ്ങൾ കൂടി വാങ്ങാൻ ഇന്ത്യ നിലവിൽ പദ്ധതിയിട്ടിരിക്കുന്നു. 9ാമതായി INS വിശാഖപട്ടണം. ഇന്ത്യയുടെ ഏറ്റവും പുതിയ തദ്ദേശീയ ആധുനിക ഡിസ്ട്രോയറാണ് വിശാഖപട്ടണം ക്ലാസ് കപ്പലുകൾ.
തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്ന ഈ ക്ലാസ്സിലെ 4 കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ ശേഷിയെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. ഒരു കറങ്ങുന്ന പാനലിന് പകരം 4 സ്റ്റാറ്റിക് പാനലുകളുള്ള MF സ്റ്റാർ ആക്റ്റീവ് ഇലക്ട്രോണിക്സ് സ്കാൻഡർ റഡാർ ഉപയോഗിക്കുന്ന ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ കൂടിയാണിത്. 1 ഡസനോളം റഡാറുകളെ ഒരൊറ്റ സിസ്റ്റം ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കാനും ഈ മൾട്ടി ഫംഗ്ഷണൽ റഡാർ അനുവദിക്കുന്നു. ലംബമായി വിക്ഷേപിക്കാവുന്ന 16 ബ്രഹ്മോ സൂപ്പർസോണിക് ലോങ് റേഞ്ച് ആന്റിഷിപ്പ് മിസൈലുകളുടെ ബാറ്ററിയാണ് ഇതിന്റെ പ്രധാന ആയുധം. നിലവിലുള്ള യുദ്ധക്കപ്പലുകളുടെ ആയുധങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മാരകമായ മിസൈൽ ആയുധങ്ങളിൽ ഒന്നാണിത്. അങ്ങേയറ്റം കൃത്യതയോടെ 300 കിലോമീറ്റർ ദൂരത്തിലുള്ള കപ്പലുകളെ തകർക്കാൻ ഇതിന് കഴിയും. ബെരാക്ക് 8 ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈലാണ് ഇവയുടെ പ്രാഥമിക സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം. ആന്റി സബ്മറൈൻ റോക്കറ്റ് ലോഞ്ചറുകൾ, ടോർപിഡോ ട്യൂബുകൾ, 76mm മെയിൻ തോക്ക്, 30mm ഗാറ്റ്ലിംഗ് തോക്കുകൾ, ഇരട്ട ഹെലികോപ്റ്റർ ഹാങ്ങർ എന്നിവയും ഈ കപ്പലിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ ഇത് വളരെ സന്തുലിതവും ഉയർന്ന ശേഷിയുള്ളതുമായ ഒരു മൾട്ടി റോൾ ഡിസ്ട്രോയറാണ്. 10ാമതായി INS വിക്രാന്ത്. ഇന്ത്യയുടെ ഏറ്റവും പുതിയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പലാണ്. 45,000 ടണ്ണിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഉള്ള ഈ കാരിയർ നിലവിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ശക്തമായ സ്വത്തായി അറിയപ്പെടുന്നു. 6 ആന്റി സബ്മറൈൻ വാർഫെയർ ഹെലികോപ്റ്ററുകൾക്കൊപ്പം 26 MiG-29K യുദ്ധവിമാനങ്ങളെ വിന്യസിക്കാനുള്ള ശേഷിയും ഇതിനുണ്ട്. ഈ ശക്തമായ സംയോജനം ഇന്ത്യൻ നാവികസേനയ്ക്ക് വളരെ ഉപയോഗപ്രദമായ പവർ പ്രൊജക്ഷൻ ഉപകരണമാക്കി വിക്രാന്തിനെ മാറ്റുന്നു. ഈ കാരിയറിന് ഒരു ഇസ്രായേലിന്റെ ഇലക്ട്രോണിക് സെൻസർ സ്യൂട്ട് ഉണ്ടാകുമെന്നതിനാൽ ഇത് ശക്തമായ എയർബോൺ റഡാർ സംവിധാനങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിൽ നിന്നും തടയാൻ പര്യാപ്തമാണ്. കൂടാതെ കാരിയറിന്റെ സ്വയം പ്രതിരോധത്തിനായി ബെരാക്ക് 8 സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റവും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. 11ാമതായി T-90S ഭീഷ്മ. 5000-ഓളം T-55, T-72 ടാങ്കുകളുടെ ഓപ്പറേറ്റർ ആയിരുന്നതുകൊണ്ട് ഇന്ത്യൻ സൈന്യം T-90Sനെ അവരുടെ പകരക്കാരനായി തിരഞ്ഞെടുത്തത് സ്വാഭാവികമായിരുന്നു. T-80 അബ്രാം ടാങ്കുകൾ എന്നിവ വാങ്ങാനുള്ള അയൽവാസിയുടെ ശ്രമത്തിന് മറുപടിയായാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ ഇവ ആദ്യമായി ശേഖരിച്ചത്. വെറും 48 ടൺ ഭാരവും 3 ക്രൂവുമുള്ള ഈ ടാങ്ക് ഓട്ടോ ലോഡറുള്ള ഒരു 125mm സ്മൂത്ത് ബോർ ഗൺ ഉപയോഗിക്കുന്നു. ഈ ടാങ്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇൻവാർ ആന്റി ടാങ്ക് മിസൈലിനെ അതിന്റെ ബാരൽ നിന്നും വെടിവെക്കാനുള്ള ഇവയുടെ കഴിവാണ്. ടററ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന 12.7mm മെഷീൻ ഗൺ സ്വമേധയാ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ടാങ്കിനുള്ളിൽ നിന്നും കമാൻഡറിന് ഇത് വിദൂരമായി നിയന്ത്രിക്കാനാകുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇന്ത്യൻ വകഭേദങ്ങളിൽ സ്ഫോടനാത്മക റിയാക്റ്റീവ് ആർമറിന്റെ ഭാഗമായി ഒരു തദ്ദേശീയ കാഞ്ചൻ സെറാമിക് കവചവും ഉണ്ടാകും. T-80യുടെ ഗ്യാസ് ടർബൈനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അറ്റകുറ്റപ്പണി എളുപ്പമാക്കുകയും ഇന്ധന ഉപഭോഗം കുറയ്ക്കുകയും ചെയ്യുന്ന ഡീസൽ എഞ്ചിനിലാണ് T-90 പ്രവർത്തിക്കുന്നത്. കൂടാതെ സാബ് LEDS 150 ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഘടിപ്പിക്കാനും ഇത് സജ്ജമാക്കിയിട്ടുണ്ട്. ഇത് ശത്രുക്കളുടെ ടാങ്ക് വിരുദ്ധ ആയുധങ്ങൾക്കെതിരെ 3 ലെയർഡ് പ്രതിരോധം നൽകുന്നു. നിലവിൽ ഇന്ത്യ 2000-ലധികം T-90 ടാങ്കുകൾ പ്രവർത്തിപ്പിക്കുന്നു. 12ാമതായി P-8A നെപ്റ്റ്യൂൺ വിമാനങ്ങൾ. 7500 കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശവും സംരക്ഷണം ആവശ്യമായ 100 കണക്കിന് ദ്വീപുകളും ഇന്ത്യയിലുണ്ട്. ഇന്ത്യയെ ചുറ്റിപ്പറ്റിയുള്ള ജലാശയങ്ങൾ വിശാലവും അന്തർവാഹിനികൾ കുളിച്ചിരിക്കാൻ അനുയോജ്യവുമാണ്. അവിടാണ് P-8A എന്ന വിമാനത്തിന്റെ പ്രാധാന്യം കടന്നുവരുന്നത്. മറ്റേതൊരു ആന്റി സബ്മറൈൻ വാർഫെയർ വിമാനത്തിനും തുല്യമല്ലാത്ത മികച്ച എൻഡുറൻസും സെൻസർ സ്യൂട്ടുമുള്ളതിനാലാണ് ഇവയെ ഇന്ത്യ തെരഞ്ഞെടുത്തത്. ബേസിൽ നിന്നും 2000 കിലോമീറ്റർ അകലെയുള്ള 4 മണിക്കൂർ ദൗത്യത്തിനുള്ള എൻഡുറൻസ് ഇവ പുലർത്തിപ്പോരുന്നു. അതായത് ബേസിൽ നിന്നും 2000 കിലോമീറ്റർ പറക്കാനും അന്തർവാഹിനികളെ 4 മണിക്കൂർ വേട്ടയാടാനും അതിന്റെ ആന്തരിക ഇന്ധനത്തെ അടിസ്ഥാനമാക്കി 2000 കിലോമീറ്റർ തിരിച്ചു പറക്കാനും കഴിയും. P-8യുടെ നോസിൽ ഒരു ദീർഘദൂര സെർച്ച് റഡാർ ഉണ്ട് എന്നത് കൂടാതെ അന്തർവാഹിനികളെ വേട്ടയാടുന്നതിന് പിന്നിൽ ഒരു മാഗ്നറ്റിക് അനോമലി ഡിറ്റക്ഷൻ ബൂം ഉള്ളതുകൊണ്ട് ഇന്ത്യൻ വേരിയന്റ് മറ്റേതൊരു വിമാനത്തെക്കാളും മികച്ചതാണ്. കൂടാതെ ഇന്ത്യൻ വേരിയന്റ് നിരവധി ഇലക്ട്രോണിക് സിസ്റ്റങ്ങളെ ഇന്ത്യൻ പതിപ്പുകൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിച്ചിട്ടുമുണ്ട്. ആന്തരികമായി 120 സോനോബോയികളും 6 മുതൽ 8 MK-54 ടോർപിഡോകളും ബോംബ് ബേകളിൽ വഹിക്കാൻ ഇവയ്ക്ക് കഴിയും. ഒപ്പം 4 ഹാർപൂൺ മിസൈലുകളും ചിറകിനടിയിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഉപരിതല അണ്ടർ വാട്ടർ ഭീഷണികളുടെ ഒരു മുഴുവൻ റേഞ്ചിലും ഏർപ്പെടാൻ ഇത് ഇന്ത്യൻ നാവികസേനയെ അനുവദിക്കുന്നു. P-8A വിമാനങ്ങൾ അങ്ങനെ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സംരക്ഷണം നൽകാനും ഇന്ത്യൻ തീരത്ത് നിന്നും 1000 കിലോമീറ്റർ അകലെയുള്ള അന്തർവാഹിനികളെ വേട്ടയാടാനുള്ള കഴിവ് നൽകുന്നു. ഇന്ത്യ നിലവിൽ ഇത്തരത്തിലുള്ള 9 വിമാനങ്ങൾ പ്രവർത്തിപ്പിച്ചു പോരുന്നു. 13ാമതായി നമിക അഥവാ നാഗ് മിസൈൽ കാരിയർ. പ്രതിരോധ ഗവേഷണ വികസന സംഘടന നടത്തുന്ന ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ വികസന പദ്ധതിയുടെ ഭാഗമായാണ് നമിക വികസിപ്പിച്ചത്. ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ഈ സിസ്റ്റത്തിന്റെ കരുത്ത് പരിഷ്കരിച്ച BMP-2 ചേസസിൽ ഘടിപ്പിച്ചിരിക്കുന്ന 3ാം തലമുറ നാഗ് ആന്റി ടാങ്ക് മിസൈലാണ്. ശത്രു ടാങ്കുകൾ കണ്ടെത്തുന്നതിനായി പൂർണ്ണമായ ഒപ്റ്റിക്കൽ IR സെൻസർ സ്യൂട്ടുള്ള ഈ സിസ്റ്റത്തിൽ കവചിത ബോക്സ് ലോഞ്ചറുകളിൽ 8 നാഗ് മിസൈലുകളും വീണ്ടും ലോഡ് ചെയ്യുന്നതിനായി 8 മിസൈലുകളും അടങ്ങിയിരിക്കുന്നു.
ഈ മിസൈലുകൾക്ക് ഫയർ ആൻഡ് ഫോർഗെറ്റ് ശേഷിയും ടാങ്കുകളുടെ ദുർബലമായ മുകൾ ഭാഗത്തെ ലക്ഷ്യമിടാൻ അനുവദിക്കുന്ന ടോപ്പ് അറ്റാക്ക് ശേഷിയുമുള്ളവയാണ്. നാഗ് മിസൈലിന് പ്രദേശത്തെ ഏത് കവചിത ടാങ്കുകളെയും തുളച്ചു കയറാൻ പ്രാപ്തമാക്കുന്ന ഒരു ഉയർന്ന എക്സ്പ്ലോസീവ് ആന്റി ടാങ്ക് വാർഹെഡ് സജ്ജീകരിച്ചിരിക്കുന്നു. 10 കിലോമീറ്റർ റേഞ്ചിലുള്ള ടാർഗറ്റുകൾ വിജയകരമായി കണ്ടെത്തി രാവും പകലും അവയുമായി ഇടപഴകി അവയെ കൃത്യമായി നശിപ്പിക്കാനുള്ള കഴിവ് നാഗ് മിസൈൽ പ്രകടിപ്പിച്ചിരുന്നു. ഈ സംവിധാനത്തിന്റെ ഏറ്റവും സവിശേഷമായ കഴിവ് ഇതിന് യുദ്ധക്കളത്തിലെ ഏത് ജലാശയത്തെയും മറികടക്കാൻ കഴിയുമെന്നതാണ്. വളരെ കുറച്ച് സൈന്യങ്ങൾക്ക് മാത്രമേ സമാനമായ സംവിധാനങ്ങളുള്ളൂ എന്നതിനാൽ ഈ ആയുധ സംവിധാനം വളരെ സവിശേഷമായി കരുതപ്പെടുന്നു. 13 നമികകൾക്കും 443 നാഗ് മിസൈലുകൾക്കുമായി ഇന്ത്യൻ സൈന്യം പ്രാഥമിക ഉത്തരവ് നൽകിയിരുന്നു. കൂടാതെ 200 നമികകളും 700 നാഗ് മിസൈലുകളും ആവശ്യമുണ്ടെന്ന് ഇന്ത്യൻ സൈന്യം അടുത്തിടെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. 14-ാമതായി PAD-AAD ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം. ഇന്ത്യൻ BMD പ്രോഗ്രാം ആദ്യമായി 90കളിൽ പ്രഖ്യാപിക്കുകയും 2006ലും 2007ലുമായി പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു. അതായത് ഒരു ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിനെതിരെ ഇത് വിജയകരമായി പരീക്ഷിച്ചിരുന്നു. കൂടാതെ പ്രധാന നഗരങ്ങളെ സംരക്ഷിക്കുന്നതിന് വളരെ എളുപ്പത്തിൽ ഇവയെ വിന്യസിക്കാൻ കഴിയുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഗ്രീൻ പൈൻ റഡാറിനൊപ്പം പൃഥ്വി എയർ ഡിഫൻസ് മിസൈൽ, അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് മിസൈൽ എന്നീ 2 ഇന്റർസെപ്റ്റർ മിസൈലുകളാണ് ഈ സംവിധാനത്തിന്റെ കരുത്ത്. ഇൻകമിംഗ് ബാലിസ്റ്റിക് മിസൈലുകളെ അന്തരീക്ഷത്തിന് പുറത്തു വെച്ച് തടയുന്നതിനായി വികസിപ്പിച്ചെടുത്ത ബാലിസ്റ്റിക് വിരുദ്ധ മിസൈലാണ് പൃഥ്വി എയർ ഡിഫൻസ് മിസൈൽ. ഇവയ്ക്ക് 300 കിലോമീറ്റർ മുതൽ 200 കിലോമീറ്ററിന്റെ പ്രവർത്തന പരിധി ഉണ്ടായിരിക്കുമെന്നത് കൂടാതെ 80 കിലോമീറ്റർ വരെ ഉയരത്തിലെത്തുന്ന ഭീഷണികളെയും തകർക്കാൻ ഇവയ്ക്ക് കഴിയും. മാക് 5ന് മുകളിലുള്ള പരമാവധി വേഗതയുള്ളതിനാൽ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ പൃഥ്വി പ്രാപ്തമാണ്. 30 കിലോമീറ്റർ ഉയരത്തിലെത്തുന്ന ഇൻകമിംഗ് ബാലിസ്റ്റിക് മിസൈലുകളെ അന്തരീക്ഷത്തിനുള്ളിൽ വെച്ച് തടയാൻ രൂപകൽപ്പന ചെയ്ത ആന്റി ബാലിസ്റ്റിക് മിസൈലാണ് അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് മിസൈൽ. 150 കിലോമീറ്റർ മുതൽ 200 കിലോമീറ്റർ വരെയാണ് അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് മിസൈലിന്റെ പ്രവർത്തന റേഞ്ച്. കൂടാതെ ഇതിന്റെ പരമാവധി വേഗത മാക് 4.5 ആയിരിക്കും. ഈ 2 മിസൈലുകളും തുടക്കത്തിൽ ഒരു നിഷ്ക്രിയ നാവിഗേഷൻ സിസ്റ്റവും ലക്ഷ്യത്തിലെത്താൻ ആക്റ്റീവ് റഡാർ സീക്കറും ഉപയോഗിക്കുന്നു. ഈ മിസൈലുകളെ നിരീക്ഷിക്കാനും ഫയർ കൺട്രോൾ നടത്താനും ഇന്ത്യ ഒരു ലോങ് റേഞ്ച് സ്വേഡ് ഫിഷ് റഡാർ ഉപയോഗിക്കുന്നു. ഈ ഇസ്രായേലി റഡാറിന് 800-ലധികം കിലോമീറ്ററിന്റെ റേഞ്ച് ഉണ്ടാകുമെന്നത് കൂടാതെ ശത്രു മിസൈലുകളുടെ വിക്ഷേപണങ്ങളും പാതകളും ട്രാക്ക് ചെയ്യുന്നതിനും ഇത് ഉപയോഗിക്കാൻ കഴിയും. ഈ റഡാറിന്റെ റേഞ്ച് 1500 കിലോമീറ്ററായി ഉയർത്താൻ നിലവിൽ ഇന്ത്യ ശ്രമിച്ചു പോരുന്നു. അതോടൊപ്പം പൃഥ്വി എയർ ഡിഫൻസ് മിസൈലിന്റെയും അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് മിസൈലിന്റെയും ഒരു ഉയർന്ന റേഞ്ചുള്ള നവീകരിച്ച പതിപ്പും ഇന്ത്യ നിലവിൽ നിർമ്മിക്കുന്നു. ശത്രു വിമാനങ്ങളെയും ക്രൂയിസ് മിസൈലുകളെയും തകർക്കാൻ അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് മിസൈൽ ഒരു ദീർഘദൂര സർഫസ് ടു എയർ മിസൈലായി ഉപയോഗിക്കാൻ കഴിയുമെന്നും പറയപ്പെടുന്നു. 250-ലധികം കിലോമീറ്റർ പരിധിയുള്ള സർഫസ് ടു എയർ മിസൈലുകളുള്ള ചുരുക്കം ചില ഓപ്പറേറ്റർമാരിൽ ഒരാളാക്കി ഇത് ഇന്ത്യയെ മാറ്റുന്നു. ഇരു മിസൈലുകളും ഒരേ സമയം പ്രവർത്തിപ്പിക്കുമ്പോൾ ശത്രു ബാലിസ്റ്റിക് മിസൈലിനെതിരെ ഇവയ്ക്ക് 99.8% ഹിറ്റ് പ്രോബബിലിറ്റി ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. 15-ാമതായി K9 വജ്ര ഹോവിസ്റ്ററുകൾ. K9 വജ്ര ഒരു 155mm 52 കാലിബർ ട്രാക്ക്ഡ് സെൽഫ് പ്രൊപ്പൽഡ് ഹോവിസ്റ്ററാണ്. ദക്ഷിണ കൊറിയൻ പ്രതിരോധ കമ്പനിയായ ഹൻവ ഡിഫൻസിൽ നിന്നും കൈമാറിയ അതിന്റെ K9 തണ്ടറിന്റെ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കി നിർമ്മിച്ചവയാണ് K9 വജ്ര ഹോവിസ്റ്ററുകൾ. K9 വജ്ര പ്രധാനമായും മരുഭൂമികളിൽ ഉപയോഗിക്കാനാണ് വാങ്ങിയതെങ്കിലും ഇന്ത്യ ചൈന തർക്കം അവയെ മലനിരകളിലും വിന്യസിക്കാൻ പ്രേരിപ്പിച്ചിരുന്നു. പർവ്വതങ്ങളിലെ കൊടും തണുപ്പുള്ള കാലാവസ്ഥയിൽ ഈ സംവിധാനങ്ങൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ സൈന്യം വിന്യസിച്ചിരിക്കുന്ന റെജിമെന്റിനായി ശൈത്യകാലവൽക്കരണ കിറ്റുകളും ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. സീറോ റേഡിയസിൽ നിൽക്കുന്ന ഇടത്ത് തന്നെ ചുറ്റിത്തിരിയാൻ കഴിയുന്നതിനാൽ K9 വജ്ര കൂടുതൽ അപകടകാരിയായി മാറുന്നു. നിലവിൽ ചൈനയ്ക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്ന ഇന്ത്യൻ ആയുധങ്ങളിൽ ഒന്നാണ് K9 വജ്ര ഹോവിസ്റ്ററുകൾ. ഇനിയും ധാരാളം ആയുധങ്ങൾ ഇന്ത്യക്ക് കരുത്തു പകരുന്നുണ്ട് എങ്കിലും അവയിൽ പ്രധാനപ്പെട്ടത് മാത്രമാണ് നിലവിൽ ഉൾപ്പെടുത്തിയത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.